Hello guys, welcome back to my channel Dot from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളറിയാതെ നിങ്ങളെ ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു വീഡിയോ ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞതിൽ ഒന്നിലധികം ആൾക്കാരുണ്ട്, ഒരു 1 or 2 പേഴ്സൺസ് നിങ്ങളെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്, എനിക്ക് അവർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ലൈഫിൽ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നിലധികം വ്യക്തികൾ എന്ന് തന്നെ പറയാം. ഓക്കെ, അവരുടെ ഒരു ഫീലിങ്സ്, അവർ നിൽക്കുന്ന നിലവിലെ അവസ്ഥ, ഓക്കെ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും പോസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിലും കാണുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്ക് അറിയാൻ പറ്റും കേട്ടോ, ചിലവർക്ക് അറിയാൻ പറ്റും ഈ ഒരു പേഴ്സൺ ആരാണെന്ന്, ചിലവർക്ക് അറിയത്തില്ല, ഒരു വ്യക്തി ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അതുമാത്രമല്ല, ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സൺ വരുന്നത് റിലേഷൻഷിപ്പ് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പേഴ്സണിലൂടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചിങ്, ഒരു ഷിഫ്റ്റിങ് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ റിലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അതല്ലാണ്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജോബ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ജോബ് പരമായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അത് ഒരു മേജറായിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് ഞാനിവിടെ പറയുമ്പോൾ, ആ ഒരു പേഴ്സൺ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം സ്വാധീനമല്ല, എവിടെ ചെന്നാലും ജീവിച്ചു പോകാൻ അറിയാവുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ ആരുടെയും കീഴിൽ അടിമപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, എവിടെ പോയാലും ജീവിച്ചു പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, എങ്ങനെയാണേലും എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ജീവിക്കുക, ലൈഫ് അത്ര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു പേഴ്സൺ നിങ്ങളോട് എന്തുകൊണ്ട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങളോട് എന്തുകൊണ്ട് ഒരു സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ എങ്ങനെ എത്തി, നിങ്ങൾ എങ്ങനെയൊക്കെ സർവൈവൽ ചെയ്തു, പിടിച്ചു നിന്നു എന്നൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കും ആ ഒരു പേഴ്സണ് നിങ്ങളെടുത്തോട്ട് ആ ഒരു സ്നേഹവും കാര്യമൊക്കെ ഉള്ളത്. ഓക്കെ, നിങ്ങളിതൊരു പേഴ്സണെ പറ്റി അവർ ശരിക്കും അനലൈസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയൊക്കെ ഉള്ള ഒരാൾ. ഓക്കെ, അങ്ങനെ തന്നെയാണ് അവർ. അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫിൽ, ഒരുപാട് പ്രശ്നം മുമ്പ് റിലേഷൻഷിപ്പ് വൈസായിട്ടാണെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വേറൊരു കാര്യം എന്താ കാണിക്കുന്നത്, റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള പ്രശ്നം, ഫാമിലി വൈസ് ആയിട്ടുള്ള, ഫാമിലിയുടെ ഒരു നട്ടലെന്ന് പറയുന്നത് ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, അപ്പം ഒരുപാട് പ്രശ്നത്തിൽ നിന്നൊക്കെ കരകയറി വന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇതൊക്കെ എന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിങ് തന്നെയാണ്. ബിക്കോസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അതുപോലെ ലൈഫിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ അത്രത്തോളം ടെസ്റ്റിങ് യൂണിവേഴ്സ് തന്നിട്ട് പോലും നിങ്ങൾ ആ ഒരു ടെസ്റ്റിങ്ങിൽ നിന്നൊക്കെ വിജയം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ യൂണിവേഴ്സിന് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു ഒരു വീഡിയോയിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ദൈവം തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഡിസേർവിങ് ആയിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് അർഹതപ്പെട്ടവരായിരിക്കുമോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത്. അതിന് അർഹതയുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആ പരീക്ഷണം തന്ന് അവസാനം നിങ്ങൾ അതിൽ സക്സസ് എത്തുകയാണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങളൊരു കാര്യം ലൈഫിൽ പകുതി വെച്ച് വിഡ്രോ ചെയ്യുകയോ മാനസികമായിട്ട് തളർന്നു പോവുകയോ സംതിങ് എന്തേ കാര്യത്തിലൊക്കെ അഡിക്ഷനായി പോയി കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തരത്തില്ല ഒരിക്കലും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യമാണെങ്കിലും ശരി തന്നെയാണ്, അത്ര ക്യാപ്പബിളാണ്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് അയാൾക്ക് കൊണ്ടുപോകും എന്ന് ദൈവത്തിന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു സംഭവം, ഒരു ഗിഫ്റ്റ് എന്ന് പറയാം, സംതിങ് എന്ത് തന്നെയാണെങ്കിലും കൊടുക്കത്തുള്ളൂ. അത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്ന സമയത്ത് അത് അറിഞ്ഞു തന്നെയായിരിക്കും കിട്ടുന്നത്, പിന്നെ നമുക്ക് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടി വരത്തില്ല. ഓക്കെ, ഇപ്പം പേഴ്സണലി ഇപ്പോൾ എൻ്റെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഭയങ്കരമായിട്ട് കറക്കും, എന്നെ ഭയങ്കരമായിട്ട് വട്ടം ചുറ്റിക്കും എല്ലാ കാര്യത്തിലും. എന്നിട്ട് അവസാനമായിരിക്കും എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത്. എനിക്ക് പെട്ടെന്നൊന്നും തരത്തില്ല, സീരിയസ്ലി എനിക്ക് പെട്ടെന്ന് തരത്തില്ല ഒരു കാര്യം. തരുന്നത് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവച്ചായിരിക്കും തരുന്നത്. പക്ഷെ തരുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, അതിൽ വേറെ ഒരു പ്രശ്നവും കാണത്തില്ല. തരുമ്പോൾ എനിക്ക് വളരെയധികം തൃപ്തിയോടെ ആയിരിക്കും എനിക്കൊരു കാര്യം കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫ് പാത്ത് എന്താണെന്നറിയാം.
അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും മേ ബി എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും ലൈഫിൽ ഇപ്പോഴും അവർക്ക് പല കാര്യത്തിൽ തടസ്സങ്ങളുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു പേഴ്സണിലൂടെ നിങ്ങളൊരു പുതിയ വേൾഡാണ് കാണുന്നത്. പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾസും കാര്യവും പ്രശ്നവും അതും ഇതൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതൊക്കെ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതെന്ന് പറയുന്നത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് ഫേസ് ചെയ്ത് ഇറങ്ങണം. കാരണം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ്റെയൊക്കെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ മുന്നിൽ വലിയ ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, പല ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുമ്പം നിങ്ങളിപ്പോൾ കാണുന്നതിനേക്കാളും വലിയ വലിയ ആൾക്കാരെയാണ് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്, നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്യൂച്ചറിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കും, യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടിട്ട് തന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നോ. ആ ഒരു ഫ്യൂച്ചറിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന പേഴ്സൺസൊക്കെ നിങ്ങൾക്ക് വെറും ഒന്നും അല്ലാത്ത പോലെ തോന്നും. ഇങ്ങനെയുള്ള ആൾക്കാരെ വരെ ഞാൻ എൻ്റെ ലൈഫിൽ ഹാൻഡിൽ ചെയ്ത് വന്നല്ലോ, അപ്പോൾ പിന്നെ എനിക്കിതൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിൽ വരെ നിങ്ങളുടെ ഒരു ചിന്താഗതി മാറും. ഓക്കെ, അത്രത്തോളം ബെറ്ററായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഓർ ഒരു സംതിങ് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഒരു സ്നേഹത്തോടെയൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ പുറമേ അത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ലൈക്ക് സംതിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അത് നിങ്ങളിപ്പോൾ എത്രയൊക്കെ അവഗണിച്ചാൽ പോലും നിങ്ങൾ ഏതൊരു പാത്തിലേക്കാണ് പോവേണ്ടത് ആ ഒരു പാത്തിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. കുറേ പേർക്കൊക്കെ ഇപ്പം എനിക്ക് ഓൾറെഡി റിലേഷൻഷിപ്പ് പോയി, എനിക്കിപ്പോൾ എന്നോടൊന്നും താല്പര്യമില്ല, ഞാൻ മൊത്തത്തിൽ മടുത്തു, എനിക്കിതൊന്നും വേണ്ട എന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ വൺസ് നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അവിടെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് എല്ലാം ഒരു പാർട്ട് ഓഫ് ദ പ്ലാനിങ് ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരു പേഴ്സൺ ഒരു കൺഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തരുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അത്രയും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു അതോറിറ്റി ഉള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ അതുപോലൊരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അതുപോലൊരു ഗിഫ്റ്റ് തരുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് അത് ഇപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും, അത് ആരാണ് എന്താണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചമോ പ്രതീക്ഷയോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നത് ആരാണ് എന്താണ് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഓക്കെ, എല്ലാം പെട്ടെന്ന് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, അതിന് എൻ്റെ ടൈമുണ്ട്. നിങ്ങൾ ഇപ്പോഴെന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് പീരീഡിലൂടെയാണ് പോയി. ആ ഒരു ടെസ്റ്റിംഗ് പീരീഡും കാര്യവും എല്ലാം കഴിയുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു പേഴ്സൺ. അതിന് ഒരുപാട് വെയിറ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇമോഷണലിയും കുറേ ആൾക്കാർക്ക് എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യും കേട്ടോ. കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. അങ്ങനെയുള്ള കുറേ വ്യക്തികളുണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ, ഞാൻ ബാക്കിയുള്ള കാര്യം അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇതായിട്ടുള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, എല്ലാ മനുഷ്യന്മാർക്കും പ്രശ്നമുണ്ട്. ചിലപ്പോൾ ചിലർ ഈ ടാരറ്റ് വീഡിയോസൊക്കെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ടാരറ്റ് വീഡിയോ ചാനൽ ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫെല്ലാം കംപ്ലീറ്റഡ് ആണ്, അവർക്ക് ഇഷ്യൂസ് ഒന്നും ഒരിക്കലും അല്ല. ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും എൻ്റെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു സൈക്കിളിൽ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് നമ്മളിതൊക്കെ കണ്ടുവരുന്ന ആൾക്കാരാണ്. എല്ലാവരുടെ ലൈഫും ഇങ്ങനെ തന്നെയാണ്. ആർക്കും ഒരു കാര്യവും ചേഞ്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒന്നും തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആർക്കും ആരുടെ ലൈഫിലില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ പാത്തിലേക്ക് പോകാനുള്ള ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോവേണ്ടി വരും. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളായിട്ട് ഒരു കാര്യം റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ പിന്നെ കുറേ പേർക്ക് എനിക്ക് ഇവിടെ ഹെൽത്തിൻ്റെ കാര്യം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് വൈസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ചെറിയ പ്രശ്നമായിട്ട് ഡൗട്ടോ കാര്യമോ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായിരിക്കും, എന്തെങ്കിലുമൊക്കെ സിസ്റ്റോ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണിക്കുക, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ദ പ്രോസസ്സ്. എന്ത് കാര്യമാണെങ്കിൽ പോലും ട്രസ്റ്റ് ചെയ്യുക, ലൈഫിൽ മുന്നോട്ട് നന്നായിട്ട് പോവുക.
യൂണിവേഴ്സിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അതിന് മുഖ്യ വീഡിയോസിലും പറയുന്നതാണ്. നമ്മളെ മറന്ന് നമ്മളുടെ മനസ്സിലുള്ള സ്നേഹം നമ്മളെക്കാളും കൂടുതൽ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് യൂണിവേഴ്സ് നമുക്കവിടെ പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മൾ തന്നെ ആയിരിക്കണം. ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വീഡിയോസിൽ ഞാൻ കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതിലൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും നിങ്ങളുടെ ഒരു ജീവനേക്കാളും നിങ്ങളെ തന്നെ മറന്ന ഒരു വ്യക്തി അവിടെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അവിടെ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളവിടെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സണ് നമുക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാതെ അതിനപ്പുറമായിട്ടൊരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരുന്നതിന് പിന്നെ ഇങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് സക്സസ് വരെ. ശരിയാണ്, സ്നേഹമാണ്, ബന്ധമാണ്, അവിടെ ഒരുപാട് ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ അകത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പോലും അറിയാതെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മുഖ്യ വീഡിയോസിനും പറയുന്നത് സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് ജേൺ ചെയ്യുക, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് പറയുന്നത്. അതിനർത്ഥം വേറൊരാളെ സ്നേഹിക്കാണ്ടിരിക്കുക, പാർട്ട്ണറെ സ്നേഹിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഒരു നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു സ്നേഹം നമ്മളിൽ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ പാർട്ട്ണറെ സ്നേഹിക്കുക, എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.